ഹായ് എവരി വൺ. നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത 3 ബംഗാളി വീഡിയോകളിലും ബംഗാളിൽ എങ്ങനെ എണ്ണാം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. 1 മുതൽ 50 വരെ, 51 മുതൽ 75 വരെ, 76 മുതൽ 100 വരെ. അതിന് മുൻപ് നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ അവിടെ ചെയ്തിരുന്നു. ഒന്നും പ്രത്യേകിച്ചൊരു പാറ്റേൺ അല്ല നമ്മൾ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഞാൻ ഈ കന്നഡയ്ക്കും തെലുങ്കിനും ഫോളോ ചെയ്ത അതേ വേർഡ്സ് ആണ് പറഞ്ഞു തന്നത്. ഞാൻ, നീ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത് എന്നൊക്കെ എങ്ങനെ ബംഗാളിയിൽ പറയാമെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അതിനുശേഷം കുറച്ച് സെന്റൻസ് ഒക്കെ എങ്ങനെ പറയാം. ഇപ്പോ ഞാൻ ഓരോ കാലത്തിൽ, അതായത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലത്തിലും ചെയ്യുക പിന്നെ പറയുക, ഈ 2 മെയിൻ ക്രിയകൾ വെച്ച് എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് ബംഗാളിൽ എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് എല്ലാ സബ്ജക്റ്റും വെച്ചിട്ട്. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ഞാൻ എടുത്തായിരുന്നു. 3 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 3, 4 ആയിരിക്കും. കാരണം ഒന്നാമത്തത് കീ, എന്ത് എന്ന് പറഞ്ഞ വാക്ക്, രണ്ടാമത്തത് ആര് എന്ന് പറഞ്ഞ വാക്ക്, മൂന്നാമത്തത് എന്ന്, എപ്പോൾ. എപ്പോൾ എന്നതിന് 2 വാക്കുകളുണ്ട്. ഒരെണ്ണം എപ്പോൾ, പിന്നെ ഒരെണ്ണം എന്ന്. നമുക്ക് മലയാളത്തിൽ അങ്ങനെ 2 വേറെ വേറെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വെൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പം ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ വിചാരിച്ചായിരുന്നു. അതായത് കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് എടുത്തിട്ട്. ഇപ്പം ഞാൻ ഈ എന്ത് എന്ന് പറഞ്ഞ വാക്ക്, കീ എന്ന് പറഞ്ഞ വാക്ക്, അത് പറഞ്ഞു തന്ന സമയത്ത് ഞാൻ ഈ കീ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ട് എന്തൊക്കെ സെന്റൻസ് ഉപയോഗിക്കാം, ഞാൻ ആരാണ്, നീ ആരാണ്, അവരാരൊക്കെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ളത് എന്നൊക്കെ കുറച്ച് സെന്റൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. അതേപോലെ ഓരോ ക്വസ്റ്റ്യൻ വേർഡ്സ് ഓരോ ദിവസം എടുത്ത് പറഞ്ഞു തരാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു, ആദ്യം ഇപ്പോൾ നമ്മളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ബംഗാളി പഠിക്കുന്നവരല്ലോ, അത്യാവശ്യം സംസാരിക്കാൻ വേണ്ടി നമുക്ക് ബംഗാളി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ വേർഡ്സും കൂടി ഒരുമിച്ച് പറഞ്ഞു തരാം. അതിനുശേഷം ഓരോ വീഡിയോകളായിട്ട് ഇതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യവാക്കുകൾക്ക് എക്സ്പ്ലനേഷൻ വേണമെന്നാണെങ്കിൽ അത് പറഞ്ഞു തരാൻ ഞാൻ വിചാരിച്ചു. ഓക്കെ. അപ്പം ഞാൻ ബംഗാളിയിൽ എത്ര ക്വസ്റ്റ്യൻ വേർഡ്സ് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് ഞാൻ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ ഇങ്ങനെ കുത്തിരുന്ന് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ പണ്ട് പറയുന്ന ഈ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമല്ലോ, ആകെ 7 ചോദ്യവാക്കുകളെ മറ്റേ ഉള്ളൂ, 7 8 6 WH ഒരു H ക്വസ്റ്റ്യനും. ഓക്കെ. ഇംഗ്ലീഷിലെ ഈ ചോദ്യവാക്കുകൾ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഹു, വാട്ട്, വിച്ച്, വെൻ, വെയർ, വൈ, ഇങ്ങനെയുള്ള എല്ലാം തുടങ്ങുന്ന WH നിന്നാണുള്ളത്. അതുകൊണ്ട് WH 6 ചോദ്യങ്ങളും, പിന്നെ Hൽ തുടങ്ങുന്ന ഹൗ എന്ന് പറഞ്ഞ ഒരു ചോദ്യവാക്കും, പിന്നെ ഹൗ മെനി, ഹൗ മച്ച്, കൂടി പോയ അത്ര 9 ചോദ്യവാക്കുകൾ നമുക്കുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ പഠിച്ചപ്പം എന്നോട് പറഞ്ഞ അങ്ങനെയാണ്. പക്ഷെ ഞാനിങ്ങനെ ഈ കുത്തിയിരുന്ന് എഴുതാൻ തുടങ്ങിയപ്പം കുറേ ചോദ്യവാക്കുകളുണ്ട്. ഇപ്പം കുറേയൊക്കെ നമ്മുടെ മലയാളത്തിലുണ്ട്, പക്ഷെ ചിലതൊന്നും നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ചോദ്യവാക്കുകളല്ല. അപ്പം ഞാൻ ഇങ്ങനെ എഴുതി നോക്കിയപ്പോൾ ഒരു 32, 33 വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു 1, 2 വേണമെങ്കിൽ ഒരു 3 വീഡിയോ ആക്കി ചെയ്യാം. എല്ലാത്തിനും മലയാളത്തിൽ തത്തുല്യമായ പദങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, മലയാളത്തിൽ നമുക്ക് അതിന്റെ അർത്ഥം പറയാം, പക്ഷെ മലയാളത്തിൽ അങ്ങനെ നമ്മൾ ചോദിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ ഇംഗ്ലീഷ് കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ബംഗാളി വിത്ത് മലയാളം വിത്ത് ഇംഗ്ലീഷ് ആണ്. ഓക്കെ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇറക്കാം. വെൽക്കം ടു ലേൺ ബംഗാളി ഫ്രം എ മലയാളി. ഓക്കെ. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഈ 34 വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യത്തെ ഇന്നത്തെ ഒരു 10, 11, 12 ക്വസ്റ്റ്യൻ വേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പം ഇന്ന് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് സെന്റൻസ് ഉണ്ടാക്കുകയോ അത് വെച്ച് ഉദാഹരണങ്ങൾ പറയുകയോ ചെയ്യുന്നില്ല. ജസ്റ്റ് വാക്ക് മാത്രം പറയുന്നു, അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം പറയുന്നു, മലയാളം അർത്ഥം പറയുന്നു. ഇതിൽ കുറച്ചൊക്കെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊരു 4-5 വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് പറയുന്നു. അതിനുശേഷം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ചിലപ്പോഴൊക്കെ നമ്മൾ ഫുൾ സെന്റൻസ് പറയണമെന്നില്ല. അപ്പം ആരാ, എന്താ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. അപ്പം ആരാണ് അങ്ങോട്ട് ഓടിപ്പോകുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല.
അവിടെ ആരൊക്കെയാണ് അടിയുണ്ടാക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ആരാ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അർത്ഥമായി. ഓക്കെ, നേരിട്ട് നമുക്ക് നമ്മുടെ വേർഡ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തത് ഹു, ആര്. ഓക്കെ, ഇതിന് ബംഗാളിൽ പറയുന്നത് കെ എന്നാണ്. ഒരു ഫുൾ വീഡിയോ ഞാൻ ഈ ഒരു വാക്കിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത വാക്കിലേക്ക് കിടക്കാം. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഒന്നുകൂടി പറയുന്നു, കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബംഗാളിൽ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് എന്നാണ്. ഇംഗ്ലീഷിൽ ഹു. ഓക്കെ, WHO. അടുത്തത് വാട്ട്. ഇംഗ്ലീഷിൽ വാട്ട് എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്ത്, എന്നതാ, എന്തുട്ടാ, എന്തരാ. ഓക്കെ, നമുക്ക് മലയാളത്തിൽ കുറേ വാക്കുകളുണ്ടല്ലോ. അപ്പം അതാണ് കീ. ഓക്കെ, അപ്പം കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്, കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്. അടുത്തത് ഓക്കെ, ഈ ഇംഗ്ലീഷിൽ എപ്പോഴും വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഉടനെ തന്നെ വരുന്ന സ്ഥാനമാണ് വിച്ച്. ഓക്കെ, എന്ത്, ഏത്. ഓക്കെ, ഹിന്ദിയിൽ ഏത് എന്ന് പറയുന്ന സെപ്പറേറ്റ് വാക്കില്ല. ഓക്കെ, ഈ ആര് എന്ന് പറയുന്നതിനായി ഉപയോഗിക്കുന്ന കോൻ എന്ന് പറഞ്ഞ വാക്ക് വെച്ച് അവരിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് കോൻസ എന്ന് പറഞ്ഞൊരു വാക്ക് ഉണ്ട് നമുക്ക് പറയാം, എന്നാലും കുഴപ്പമില്ല. പക്ഷേ കോൻ എന്ന് വെച്ച് കഴിഞ്ഞാലും വിച്ച് അല്ലെങ്കിൽ ഏത് എന്ന് പറഞ്ഞ ഒരു അർത്ഥം കിട്ടും. ഓക്കെ, നമ്മൾ ഹിന്ദി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇവിടെ ഏത് എന്ന് ബംഗാൾ പറയുന്നത് കോൺടി എന്നാണ്. ഓക്കെ, കോൺടി. അപ്പം കെ, കി, കോൺടി. ഓക്കെ, ഞാൻ വീണ്ടും എല്ലായിടത്തും പറയുന്നില്ല. 3 കഴിഞ്ഞു. 4-മത്തത് എപ്പോൾ. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. എപ്പോൾ എന്ന് പറയുന്നത് 2 വാക്കുകളുണ്ട്. ശരിക്കും എപ്പോൾ എന്ന് പറഞ്ഞ ഒരു വാക്കും എന്ന് പറഞ്ഞ വേറൊരു വാക്കുമാണ്. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ വേറെ വേറെ വാക്കുകൾ ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അപ്പം എപ്പോൾ എന്ന് പറയാനായിട്ട് കൊക്കോൻ എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞതെന്ന സമയത്ത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്ന് പറയാനായിട്ട് എക്കോൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് മാത്രം ചുരുക്കാം. ആ വീഡിയോകൾ നിങ്ങൾ പോയി കാണുക. ഓക്കെ, അപ്പം കൊക്കോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ. ഇനി എന്ന് പറയാനായിട്ട് കോബെ. ഓക്കെ, നമ്മുടെ ഹിന്ദിയിലെ കബ് എന്നതിൻ്റെ ഒരു വേറൊരു വേർഷൻ കോബെ. അടുത്തത് ഇപ്പം WHൽ ഏതൊക്കെ കഴിഞ്ഞു? ഹൂ കഴിഞ്ഞു, വാട്ട് കഴിഞ്ഞു, വിച്ച് കഴിഞ്ഞു, വെൻ കഴിഞ്ഞു. അടുത്തത് വൈ. ഓക്കെ, വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട്, എന്തിന്, എന്തുകൊണ്ട്. നമുക്ക് മലയാളത്തിൽ 2 വാക്കുകളുണ്ട്. അപ്പം ഇതിൻ്റെ ബംഗാളി കേനോ. ഓക്കെ, കേനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ. ഇംഗ്ലീഷിൽ വൈ, മലയാളത്തിൽ എന്തുകൊണ്ട്. അടുത്തത് WHൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് വേർ, എവിടെ. എവിടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു കൊതായി. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ WHലെ എല്ലാ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് വായിക്കാം. ഹൂ, വാട്ട്, വിച്ച്, വെൻ, വൈ, വേർ. ഓക്കെ, അപ്പം ഇത് കെ, കി, കോൺടി, കൊക്കോൻ, കോബെ, കെനോ, കോതായി എന്നീ വാക്കുകളാണ്. ഇനി എച്ചിലോട്ട് വരാം. ഹൗ. ഹൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എന്നാണ് മലയാളത്തിൽ വരുന്നത്. ഇതിൻ്റെ ബംഗാളി വരുന്നത് കെമോൻ എന്നാണ്. പക്ഷെ 2 വാക്കുകളുണ്ട്. ഒരു വാക്കും കൂടി ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതാണ് കിബാബെ. ഇതിലെ ഈ ബാബെ എന്നതിൻ്റെ ആദ്യത്തെ ബ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയംകാരുടെ ഫായാണ്. സോറി ഇഫ് ഐ ഹേർട്ട് യു. കിബാബെ എന്നാണ്. ഓക്കെ, കിബാബെ എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നതിന് പകരം നമ്മൾ ഈ കെമോൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, കെമോൻ. ഞാൻ പറഞ്ഞില്ലേ കെമോൻ അച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമാണോ. കെമോൻ അച്ചോ എന്ന് വെച്ചാൽ ഹൗ ആർ യു എന്നാണ്. സുഖമാണോ എന്നല്ല, എങ്ങനെയുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെയാണ്, താങ്കൾ എങ്ങനെയൊക്കെയാണ്. ഓക്കെ, കൈസേ ഹോ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അടുത്തത് ഇനി ഹൗ ഒരു എച്ച് ക്വസ്റ്റ്യൻ മാത്രമാണല്ലോ. ഇനി എച്ച് വെച്ചിട്ട്, അതായത് ഈ ഹൗ വെച്ചിട്ട് 1-2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഉണ്ടാക്കാം. അതാണ് ഹൗ മെനി, ഹൗ മച്ച്, ഹൗ മെനി ടൈംസ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ പറയാം. അപ്പോൾ എച്ച് വെച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി. ഹൗ മെനി എന്നതും ഹൗ മച്ച് എന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ മെനി എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റും. 1, 2, 3, 4. എണ്ണാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ഹൗ മച്ച് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ എണ്ണ നമുക്ക് ലിറ്ററായിട്ട് എണ്ണാം, 1 ലിറ്റർ 2 ലിറ്റർ. പക്ഷെ അതല്ലാതെ എത്ര വെള്ളം നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള എണ്ണാൻ പറ്റാത്ത സാധനങ്ങൾക്ക് പറയുന്നതാണ് ഹൗ മച്ച്. ഓക്കെ, ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. മലയാളത്തിൽ നമുക്ക് 2 കൂടി ഒറ്റ വാക്കാണ് എത്ര. എണ്ണമെന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. ബട്ട്
അത് നമ്മളിങ്ങനെ ചോദിക്കാറില്ല എപ്പോഴും. ഓക്കെ, എത്ര എന്ന് ചോദിക്കാറേ ഉള്ളൂ. അപ്പം ഈ ഹൗ മെനി എന്നതിൻ്റെ ബംഗാളി വാക്ക് ഞാൻ ഏറ്റവും ആദ്യം ഞാൻ ബംഗാളി പോയി പഠിച്ചപ്പം എന്നോട് അവർ പറഞ്ഞ് കോത്തോ എന്നാണ്. അപ്പം ഞാൻ എല്ലായിടത്തും ഈ കോത്തോ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരുന്നു. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായത് ഈ കോത്തോ എന്ന് പറയുന്നത് ആക്ച്വലി എത്ര ഈ ഹൗ മച്ച് ആണ്. ഓക്കെ, ഹൗ മെനി എത്ര എണ്ണം വേണം എന്ന് പറയാനായിട്ട് വേറെ വാക്കാണ്. അപ്പം ഞാൻ അവിടെ കുറച്ചൊന്ന് ഇലബിനായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തെ വരാതിരിക്കട്ടെ. ഈ വാക്കാണ് കോത്തോഗുലോ. ഓക്കെ, കോത്തോഗുലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എണ്ണാൻ പറ്റാത്തതാണെങ്കിൽ കോത്തോ. ഇനി ഇപ്പോ എത്രയാ എന്ന് ചോദിക്കാനായിട്ട് ഇപ്പം ചുമ്മാ എത്രയാ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അതിന് അവർ ഉപയോഗിക്കുന്ന വാക്കാണ് കോത്തോട്ട. ഓക്കെ, ഇപ്പം കോത്തോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോത്തോ എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ. ഓക്കെ, മറ്റേത് കോത്തോഗുലോ. ഓക്കെ, ഇനി അവസാനത്തെ ഒരെണ്ണം കൂടി. പക്ഷേ നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് പറയാറില്ല. എത്ര തവണ നമ്മൾ പറയാറുണ്ട്. എത്ര തവണ എത്ര പ്രാവശ്യം. ഓക്കെ, അതും ഒരു ചോദ്യമാണല്ലോ. ഓക്കെ, അപ്പം അതിന് പറയുന്നതാണ് കോത്തോ ബാർ. എളുപ്പമായിരിക്കാം, കാരണം ഹിന്ദിയിലും ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവണ, പ്രാവശ്യം, സമയം എന്നൊക്കെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര തവണ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം എന്ന് പറയാനായിട്ട് ഉള്ള വാക്കാണ് കോത്തോ ബാർ. ഓക്കെ, അപ്പം എല്ലാ വാക്കുകളും ഒന്നുകൂടി ഒന്ന് പറയാം. കെ ഇംഗ്ലീഷിൽ ഹൂ, കീ ഇംഗ്ലീഷിൽ വാട്ട്, കോണ്ടി ഇംഗ്ലീഷിൽ വിച്ച്, കൊക്കോൺ ഇംഗ്ലീഷിൽ വെൻ, കോബെ ഇംഗ്ലീഷിൽ വിച്ച് ഡേ. ഓക്കെ, കേനോ ഇംഗ്ലീഷിൽ വൈ, കോദായ് ഇംഗ്ലീഷിൽ വെയർ, കെമോൻ അല്ലെങ്കിൽ കീബാബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഇട്ടല്ലേ. കോത്തോഗുലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി. ഇനി കോത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മച്ച്. കോത്തോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മച്ച്. അത് തന്നെ, അതേ അർത്ഥം തന്നെ. അവസാനത്ത് കോത്തോ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തവണ, എത്ര പ്രാവശ്യം. ഓക്കെ, ഹൗ ഓഫൺ എന്ന് വേണേൽ പറയാം. അല്ല, ഹൗ ഓഫൺ എന്ന് പറയാനും അവർ ഉപയോഗിക്കാറുണ്ട് ഈ കോത്തോ ബാർ. ഓക്കെ, അല്ലെങ്കിൽ ഹൗ മെനി ടൈംസ്, അത് മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ ഇംഗ്ലീഷ്. ഇതിൻ്റെ മലയാളമെല്ലാം ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഈ ബംഗാളിയും ബംഗ്ലയും ഇംഗ്ലീഷും മാത്രം പറഞ്ഞത്. ഓക്കെ, എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നാണെങ്കിൽ അത് കമന്റ് ചെയ്ത് പറയുക. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെതായ സ്പീഡിൽ പോകുന്നതായിരിക്കും. ഓക്കെ, അത്രയും പറയുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ ക്വസ്റ്റ്യൻ വേർഡ്സുമായി. അതുവരെ ബൈ.